ഹായ് ഓൾ വെൽക്കം ടു AZB അക്കാഡമി. എല്ലാവർക്കും AZB അക്കാഡമിയിലേക്ക് സ്വാഗതം. ഞാൻ ചിഞ്ചുമ. സോ നമ്മുടെ SSC MTS എക്സാം ഡേറ്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പൊ SSC കുറേ നാളുകൊണ്ട് എന്ന ഡേറ്റ് നമ്മൾ പല ഡേറ്റുകളും പറഞ്ഞു. ഒടുവിൽ ഫൈനലി MTSന്റെ ഡേറ്റ് റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്നാണ് SSC MTS എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്? ഫെബ്രുവരി 4-ന് SSC MTS എക്സാം ഡേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഫെബ്രുവരി 4-ന് എക്സാം സ്റ്റാർട്ട് ചെയ്യും. അപ്പോ കുറെ പേരെങ്കിലും പ്രിപ്പറേഷൻ ഒന്ന് എന്താ സ്ലോ ആയി വെച്ചിട്ടുണ്ടാകും. കുറച്ച് പേരെങ്കിലും ഒന്ന് ബ്രേക്ക് ചെയ്തിട്ടുണ്ടാകാം. ബാക്കി പേര് കൺസിസ്റ്റന്റ് അല്ലെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് പഠിച്ചു പോകുന്നുണ്ട് അല്ലെ. അപ്പൊ എന്തായാലും എല്ലാവരും വീണ്ടും അത് ഒന്നേന്ന് പറഞ്ഞ് റീസ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു ടൈം എത്തിയിട്ടുണ്ട്. കാരണം എക്സാം ഡേറ്റ് റിലീസ് ചെയ്തിട്ടുണ്ട് ഫെബ്രുവരി 20-ന്, അതായത് അടുത്ത മാസം. ഇനി നോക്കിയാൽ ഒരു 30 ഡേയ്സിനകത്ത് എൻ്റെ എക്സാം സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. പിന്നെ നിങ്ങളുടെ എക്സാം ഡേറ്റ് ആവാൻ അല്ലെങ്കിൽ ഓരോരുത്തരുടെയും എന്നാണ് എക്സാം എന്നുള്ളത് അത് ഇനിയും ചിലപ്പോൾ കുറച്ച് പേർക്ക് നീണ്ടുപോകും, കുറച്ച് പേർക്ക് ആദ്യം വരാം. എനിവേ എല്ലാവർക്കും ഒരു അറൗണ്ട് റഫ്ലി 30 ഡേയ്സ് നിങ്ങളുടെ മുമ്പിലുണ്ട് അല്ലെ. അറൗണ്ട് 30 ദിവസം, അതായത് ഒരു 25 to 25 to 30 ഡേയ്സ് നിങ്ങളുടെ മുമ്പിലുണ്ട്. ഇനി ഈ ഇത്രയും ദിവസം കൊണ്ട് നോർമലി ഒരുവിധം ഒക്കെ ഉള്ളവർക്ക് ഡെയിലി വെച്ച് പഠിച്ച് ഏകദേശം സെറ്റാവാനുള്ള ടൈം. വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക്, അതായത് വർക്കിംഗ് സ്റ്റുഡൻസിന്, ജോലി ചെയ്തുകൊണ്ട് എക്സാം പ്രിപ്പയർ ചെയ്യുന്ന ഒരുപാട് പേരുണ്ടാകും. സോ അവർക്ക് എങ്ങനെ ഈ കുറഞ്ഞ സമയം കൊണ്ട് അവിടെ ഇവിടെയൊക്കെ അറിയാം, എല്ലാം അറിയില്ല എന്നൊരു സ്റ്റേജിൽ നിൽക്കുന്നവർക്ക് എങ്ങനെ നിങ്ങളുടെ റിവിഷനും കാര്യങ്ങളും ആ ഒരു സ്ട്രാറ്റജി എന്താണ്, എങ്ങനെ കൊണ്ടുപോകാം എക്സാം വരെ. അപ്പൊ ആ ഒരു 25 ഡേയ്സ്, അറൗണ്ട് 25 to 30 ഡേയ്സ് കൊണ്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും ദിവസം കുറച്ച് മണിക്കൂറുകൾ മാറ്റി വെച്ച് എങ്ങനെ നിങ്ങളുടെ എക്സാമിന് വേണ്ടിയിട്ട് SSC MTS എക്സാം രീതിയിൽ പ്രിപ്പയർ ചെയ്യാം ഡീറ്റെയിൽ ആയിട്ട് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം. സോ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോ നിങ്ങൾക്കറിയാം SSC MTS എക്സാം എന്ന് പറയുന്നത് പാറ്റേൺ ഇതാണ്. നിങ്ങൾ പാറ്റേൺ അല്ലെ. മാത്സ് 20 ചോദ്യങ്ങൾ. റീസണിങ്ങും എന്താണ്? റീസണിങ്ങും 20 ചോദ്യങ്ങളാണ്. അപ്പൊ ഇത് രണ്ടും പറയാൻ കാരണം ഇത് രണ്ടുമാണ് ആദ്യത്തെ സെഷൻ. അപ്പൊ ഇതിന് രണ്ടിനും ക്വാളിഫൈങ് പാസ് മാർക്ക് മാത്രം മതി. അതായത് മൊത്തം 40 ചോദ്യങ്ങൾ, 30% മാത്രം മതി ഫസ്റ്റ് സെഷൻ ക്ലിയർ ആവാനായിട്ട്. 12 ചോദ്യങ്ങൾ കറക്റ്റ് ആയിട്ട് ചെയ്താൽ തന്നെ നിങ്ങൾ ഈ സെഷൻ ക്ലിയർ ആവും. അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഈ രണ്ട് ടോപ്പിക്കിന് അല്ലെങ്കിൽ ഈ രണ്ട് സബ്ജക്റ്റിന് അധികം നല്ല ഒരു 90% സമയം ഇതിൽ കൊടുക്കാൻ പാടില്ല. കാരണം ഈ റീസണിങ്ങിലെ ഒരു 50% നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളാണ്. സോ അതിൻ്റെ കൂടെ കുറച്ചൊന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ സിംപ്ലിഫിക്കേഷൻ മാത്സിലേക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. 12 മാർക്കിനുള്ളത് ഉറപ്പായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും അല്ലെ. അപ്പോൾ ഉള്ള ടൈം മൊത്തം എന്തിനു കൊടുക്കുക? മെയിൻ ആയിട്ടുള്ള മാത്സിനും ഇംഗ്ലീഷിനും ചെയ്ത് കൊടുക്കുക. മാത്സ് അല്ല, GK GS അല്ലെ, കറണ്ട് അഫയേഴ്സും GKക്കും അതുപോലെ ഇംഗ്ലീഷിനും സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുക. റീസണിങ്ങിനും മാത്സിനും അധികം നല്ല സമയം കളയാതെ ഇരിക്കുക. അപ്പൊ ഒരു സ്ട്രാറ്റജി അല്ലേ. 25 ദിവസം കൊണ്ട് നമുക്ക് ഡെയിലി എത്ര സമയം വേണം? വീക്കെൻഡ് 25 ദിവസം ഒരു കഷ്ടിച്ച് ഒരു മാസം. അപ്പൊ ഒരു 4 വീക്കെൻഡ് നിങ്ങൾക്ക് കിട്ടും. അപ്പൊ വീക്കെൻഡിൽ സമയം എങ്ങനെ വിനിയോഗിക്കണം, ബാക്കിയുള്ള ദിവസങ്ങളിൽ എങ്ങനെ നോക്കണം, നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പ്ലാൻ ചെയ്തിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഈ വീക്ക് ഡേയ്സിൽ ഒരു 4.5 to 5 hours നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റില്ലേ അല്ലെ. വർക്കിംഗ് ആയിട്ടുള്ളവർക്കും അതുപോലെ തന്നെ പേരൻസ്, ഇപ്പം അമ്മമാരൊക്കെ ഉണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്, അപ്പൊ അവർക്കും ഈ ഒരു ഷെഡ്യൂൾ യൂസ് ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പൊ എന്തായാലും ഇത് നിങ്ങളുടെ രീതിക്ക് അനുസരിച്ച് നിങ്ങളുടെ ടൈമിങ് വേറെ ആയിരിക്കാം. സോ നിങ്ങളുടെ രീതിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാനും അറേഞ്ച് ചെയ്യാനും ഒക്കെ പറ്റും അല്ലെ. അപ്പോൾ നമ്മൾ ആ ഒരു എന്താണ് വീക്ക് ഡേ പ്ലാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെയിലി ഒരു 4.5 അല്ലെങ്കിൽ 5 hours ഡെയിലി നിങ്ങൾ എന്തായാലും മാറ്റി വെക്കുക. മോർണിംഗ് ഒരു 2 hours, ഈവനിങ് ഒരു 3 hours നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് മാറ്റി വെക്കാനായിട്ട് പറ്റും. അപ്പോൾ ഒരു 5 to 6 ഡെയിലി ബേസിസിൽ. ഇപ്പൊ ഇന്ന് മോക്ക് ടെസ്റ്റ് ആണ് ചെയ്യുന്നത്, നാളെ അതിന്റെ മോക്ക് ടെസ്റ്റുകൾ ചെയ്താൽ മാത്രമേ പറ്റുള്ളൂ അല്ലെ. മോക്ക് ടെസ്റ്റ് ചെയ്താൽ നിങ്ങളുടെ സ്പീഡ് നിങ്ങൾക്ക് അനലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനിയുള്ള ദിവസങ്ങളിൽ മോക്ക് ടെസ്റ്റ് ആയിട്ടും ചെയ്ത് നോക്കുക. അപ്പോൾ ഒരു മോക്ക് ടെസ്റ്റ് ആണെങ്കിൽ അടുത്ത ദിവസം ഈ 2 ദിവസം ചേർന്ന് അനാലിസിസ്. അപ്പൊ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ മോക്ക് ടെസ്റ്റ് അനാലിസിസിന് വേണ്ടിയിട്ട് രാവിലത്തെ ഒരു മണിക്കൂർ മാറ്റി വെക്കുക. ദെൻ അടുത്ത 6 to 7 ഉടനെ വേണ്ട, ഒരു സ്ട്രെച്ച് ടൈം ഒരു 5 മിനിറ്റ് നിങ്ങൾ എടുക്കുക. ഒരു ചെറുതായിട്ട് നമുക്കൊന്ന് സ്ട്രെച്ച് ചെയ്യാൻ എടുക്കുന്ന സമയം അല്ലെ. ബ്രേക്ക് എടുത്തു കഴിഞ്ഞാൽ അത് വലിയ ബ്രേക്ക് ആയി പോകും.
അപ്പോൾ 1 മണിക്കൂർ നിങ്ങൾ പഠിക്കാൻ സ്പെൻഡ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ്സ് ഒന്നൊരു ഷോർട്ട് ബ്രേക്ക് എടുക്കാൻ, ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാനോ അല്ലെങ്കിൽ ഒന്ന് സ്ട്രെച്ച് ചെയ്യാനോ ഒക്കെ ഒരു ചെറിയൊരു ബ്രേക്ക് ടൈം എടുക്കാം. അപ്പൊ അതിനുശേഷം ഒരു 6 to 7 നിങ്ങൾക്ക് GK/GS കോൺസെപ്റ്റ് ഒരുവിധമൊക്കെ പഠിച്ചു. ഒട്ടുമേ അറിയാത്തവർക്ക് 25 ദിവസം കൊണ്ട് MTS ക്ലിയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ഈ ഒരു സ്ട്രാറ്റജിയിൽ പാടായിരിക്കും. കാരണം ഈ ഒരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ വർക്കിംഗ് ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് അല്ലെ. അപ്പൊ അവർക്ക് ഈ ഒന്നും അറിയാതെ നമുക്ക് എന്തെങ്കിലുമൊക്കെ അങ്ങ് അറിയാം, പക്ഷെ അതിനൊരു ഒരു ത്രൂ ഇല്ല, അല്ലെങ്കിൽ ഒരു ഫ്ലോ ഇല്ല, ഒരു കണ്ടിന്യൂറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ ഒരു പാറ്റേൺ ക്ലിയർ ചെയ്യാനായിട്ട് പറ്റും. ഒട്ടും അറിയാത്തവരുടെ കേസ് അല്ല, ഒന്നും അറിയാം, പക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അവിടെ ഇവിടെയൊക്കെ അറിയായിരിക്കും. അപ്പൊ അതും ഈ ഒരു സ്ട്രാറ്റജിയും കൂടെ ആകുമ്പോഴത്തേക്കും നമുക്ക് ഷുവറായിട്ട് എന്താണ് അത് വീഴ്ത്താനായിട്ട് പറ്റും, വീഴ്ത്താനായിട്ട് പറ്റും. സോ GK/GS കോൺസെപ്റ്റ്സ് നോക്കുക. ദെൻ ഇംഗ്ലീഷിന് വേണ്ടിയിട്ട് ഒരു ഹാഫ് ആൻ അവർ, ഡെയിലി വൊക്കാബിന് വേണ്ടിയിട്ട് ഒരു ഹാഫ് ആൻ അവർ നിങ്ങൾ സമയം മാറ്റി വെക്കുക. പിന്നെ നൈറ്റ് 8 മുതൽ 9 വരെയാണ് നമ്മുടെ സ്റ്റാർട്ടിങ്. നിങ്ങൾ ഡിന്നറെല്ലാം കഴിച്ച് ഒന്ന് ഫ്രീ ആവുന്ന ടൈം നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം. ഇതിന് ശേഷമുള്ള ടൈം, ആ ഒരു ടൈം നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ മാറ്റി നിങ്ങളുടേതായിട്ടൊരു സ്ട്രാറ്റജി പ്രിപ്പയർ ചെയ്യുക. ഒരു റഫ് സ്ട്രാറ്റജിയാണ് നമ്മളിവിടെ നിങ്ങൾക്ക് വന്നിട്ടുള്ളത്. അപ്പൊ ഇത് എല്ലാവർക്കും പറ്റണം, നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ നിങ്ങളുടെ ടൈമിങ്ങിനനുസരിച്ച് അങ്ങോട്ടൊക്കെ മാറ്റം വരുത്താം. സോ പിന്നെ MCQ, GK/GS MCQന് വേണ്ടിയിട്ട് ടൈം കണ്ടെത്തണം. ഇനി നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇനിയുള്ള ടൈമിൽ നോട്ട്സ് പ്രിപ്പയർ ചെയ്യാൻ നല്ല സമയം പോകും. അപ്പൊ ബെറ്റർ ഒന്നെങ്കിൽ നിങ്ങൾ വീഡിയോ ക്ലാസ്സസ് ഒക്കെയാണ് കാണുന്നത്, സ്ക്രീൻഷോട്ട്സ് എടുക്കുക, അല്ലെങ്കിൽ PDF ഉണ്ടെന്നുണ്ടെങ്കിൽ ഹൈലൈറ്റ് ചെയ്ത് പോകുക. നോട്ട്സ് പ്രിപ്പയർ ചെയ്യാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പോകും, അല്ലെങ്കിൽ പ്രിന്റ് ഔട്ട്സ് നോക്കാം, പ്രിന്റ് ഔട്ട് ചെയ്ത് പോകും. അപ്പം ആ ഒരു രീതിയിൽ ഈ പ്രിപ്പയർ ചെയ്യുന്ന ടൈം മാറ്റിയിട്ട് നോട്ട്സ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. സ്ക്രീൻഷോട്ട്സോ അല്ലെങ്കിൽ അല്ലാന്നുണ്ടെങ്കിൽ ഹൈലൈറ്റ് ഒക്കെ ചെയ്തോ, എങ്ങനെയാന്ന് വെച്ചാൽ നിങ്ങൾ ആ ഒരു നോട്ട്സ് ഷോർട്ട് ആയിട്ടുള്ളത് നിങ്ങളുടെ ഫോണിലോ നിങ്ങളുടെ സിസ്റ്റത്തിലോ നിങ്ങൾ എഴുതുക. ആൻഡ് പിന്നെ ഇംഗ്ലീഷ് ഗ്രാമറിന് വേണ്ടിയിട്ട് കുറച്ച് ടൈം കണ്ടെത്തണം. പിന്നെ ലാസ്റ്റ് ഒരു 30 മിനിറ്റ്സ് ഡെയിലി റീഡിംഗ് കോംപ്രിഹെൻഷൻ, RCക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ക്ലോസ് ടെസ്റ്റ്, എല്ലാ MTS 5 മാർക്ക് ഷുവറായിട്ട് കിട്ടാൻ പറ്റുന്ന ഒരു പോർഷൻ ആണ് റീഡിംഗ് കോംപ്രിഹെൻഷൻ. ഉറപ്പായിട്ടും ചോദ്യം ഉണ്ടാകും. സോ അതിന് വേണ്ടി ഡെയിലി തന്നെ നിങ്ങൾ അപ്പൊ നമ്മുടെ ഒരു വീക്ക് ഡേ ഒരു സ്ട്രാറ്റജിയാണ് അത്. ഇനി വീക്കെൻഡ് വരുമ്പോൾ കുറച്ച് കൂടുതൽ സമയം നിങ്ങൾക്ക് കിട്ടും. ഈ ഒരു മാസം കുറച്ച് കറക്കമൊക്കെ ഒന്ന് മതിയാക്കാം, കുറച്ച് മാറ്റം, ഈ മടിയൊക്കെ ഒന്ന് മാറ്റി വെക്കാം. അപ്പൊ എല്ലാം ഒന്ന് ഒരു മാസത്തേക്ക് ഒന്ന് മാറ്റി വെച്ചിട്ട് ഇതിനു വേണ്ടി മെനക്കെട്ടിരിക്കുക. കാരണം എക്സാം സമയം ഇല്ലല്ലോ, ഒരു മാസം കൂടിയല്ലേ ഉള്ളൂ. അപ്പൊ വീക്കെൻഡിൽ കുറച്ച് കൂടുതൽ ടൈം നിങ്ങൾ സ്പെൻഡ് ചെയ്യുക. ആ വീക്കെൻഡിൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് നമ്മൾ ആ വീക്കിലി പഠിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ഒന്നും കൂടെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ആ നോട്ട്സ് ഒക്കെ ഒന്ന് നോക്കുക. ദെൻ MCQs, GKക്ക് വേണ്ടിയിട്ട് MCQs മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. എവിടെന്നെങ്കിലൊക്കെ MCQs തന്നെ പല വഴിയിൽ തിരിച്ചു മറിച്ചും ഒക്കെ ഇട്ടിട്ടാണ് എക്സാംസ് ചോദിക്കുന്നത്. സോ മാക്സിമം MCQs ചെയ്ത് നോക്കാം. വൊക്കാബും ഗ്രാമറും അതും ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ സെക്ഷണൽ ടെസ്റ്റ് ചെയ്ത് നോക്കാം. സെക്ഷണൽ ടെസ്റ്റ് ഉദ്ദേശിക്കുന്നത് GKക്കും ഇംഗ്ലീഷും കോൺസെൻട്രേറ്റ് ചെയ്ത് സെക്ഷണൽ ടെസ്റ്റ് ചെയ്യുക. നിങ്ങൾ ഈ ടൈമിൽ ഇത്രയും, അതായത് നമ്മൾ ഈ നോക്കുന്ന ഇത്രയും സമയവും നിങ്ങൾ QAക്കും റീസണിങ്ങിന് വേണ്ടി സമയം കളയണ്ട. നമ്മൾ ഓൾറെഡി മോർണിംഗിൽ വീക്ക് ഡേയ്സിൽ ഒരു മോക്ക് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്, അതിന്റെ അനാലിസിസും ഓൾട്ടർനേറ്റ് ഡേയ്സിൽ പോകുന്നുണ്ട്. ആ വീക്ക് ടെസ്റ്റ്, ആ ഒരു മോക്ക് ടെസ്റ്റിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് QA റീസണിങ്ങും അത്യാവശ്യം ആ 12 മാർക്ക് സ്കോർ ചെയ്യാനുള്ള കിട്ടും. അപ്പൊ അതിന് വേണ്ടിയിട്ട് വേറെ നിങ്ങൾ കളയണ്ട, കാരണം അത് ക്വാളിഫയിങ് ആണ്. സോ ആ ഒരു അതിന് വേണ്ടിയിട്ടുള്ള സമയം കൂടെ നിങ്ങൾക്ക് ഇംഗ്ലീഷിനും GKക്കും വേണ്ടി അത് കളയാം. ഇനി വീക്കെൻഡിൽ തന്നെ നമ്മൾ ഏത് മോക്ക് ടെസ്റ്റ്, GKയുടെ മോക്ക് ടെസ്റ്റ് ആണെങ്കിലും ഇംഗ്ലീഷിന്റെ മോക്ക് ടെസ്റ്റ്, സെക്ഷണൽ ടെസ്റ്റുകൾ, ആ GKയുടെ ഓരോ ടോപ്പിക് ടെസ്റ്റ് ആണെങ്കിലും ഫുൾ ടെസ്റ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിലും അതിന്റെ അനാലിസിസ് മസ്റ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യുക. ഈവൻ നിങ്ങൾക്ക് ഒട്ടും മാർക്കില്ല, GKയുടെ ഒരു മോക്ക് ടെസ്റ്റ് അല്ലെങ്കിൽ ഇംഗ്ലീഷിന്റെ മോക്ക് ടെസ്റ്റ് ചെയ്തു നിങ്ങൾക്ക് ഒട്ടും മാർക്കില്ല, എന്നിരുന്നാലും അതിന്റെ അനാലിസിസ് മസ്റ്റ് ആയിട്ട് പോവുക. കാരണം അനാലിസിസ് കൊണ്ട് നമ്മൾ ആ മോക്ക് ടെസ്റ്റ് ചെയ്തതിന്റെ പ്രയോജനം നിങ്ങൾക്ക് കിട്ടുള്ളൂ. സോ ഉറപ്പായിട്ടും അനാലിസിസ് പോവുക. അതുപോലെ എന്തെങ്കിലും പെൻഡിങ് മോക്ക് ടെസ്റ്റുകൾ അനാലിസിസ് ചെയ്യാനുണ്ടെങ്കിൽ അത് ഈ വീക്കെൻഡിൽ അതെല്ലാം ക്ലിയർ ചെയ്യുക. ഇനി നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു GK കോൺസെപ്റ്റ് അല്ലെ, GK കോൺസെപ്റ്റ് നോക്കുന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഈ GK കോൺസെപ്റ്റ് എങ്ങനെ നോക്കും? GK ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ ആ GK കോൺസെപ്റ്റ് നോക്കാനായിട്ട് നമുക്കൊരു ഡേ പ്ലാനർ വെച്ച് നോക്കാം. അതായത് ആദ്യത്തെ 4 ദിവസം നമുക്ക് ഹിസ്റ്ററി കോൺസെൻട്രേറ്റ്. ഹിസ്റ്ററിയിൽ തന്നെ ഏറ്റവും ആദ്യം തീർക്കേണ്ടത് അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഹിസ്റ്ററിയിൽ ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെ സെഷൻ ഉണ്ട്? ഏൻഷ്യന്റ് ഉണ്ട് അല്ലെ,
ഏൻഷ്യന്റിൽ തന്നെ മൗര്യൻ നിന്ന് അത്യാവശ്യം ചോദ്യങ്ങൾ വരാറുണ്ട്. ദെൻ ബുദ്ധിസം ജൈനിസത്തിൽ നിന്നും ചോദ്യങ്ങൾ വരാറുണ്ട്. ഏൻഷ്യന്റിൽ തന്നെയുള്ളത് ബുദ്ധിസം ഉണ്ട്, ജൈനിസം ഉണ്ട്. ദെൻ ചോള ഡൈനാസ്റ്റിയിൽ നിന്നും അത്യാവശ്യം ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പം ബാക്കിയെല്ലാം പഠിക്കേണ്ടെന്നല്ല, ഇത് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചിട്ട് ബാക്കി സമയം ബാക്കിയുള്ള പോയിന്റുകൾ പഠിക്കാനായിട്ട് എടുക്കുക. ഇനി ഹിസ്റ്ററിയിൽ മിഡീവൽ പോയിന്റ് ആണെങ്കിൽ മിഡീവൽ ഏറ്റവും കൂടുതൽ ചോദിച്ചു കണ്ടിട്ടുള്ളത് ഡൽഹി സുൽത്താനേറ്റിൽ നിന്ന് അത്യാവശ്യം ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഡൽഹി സുൽത്താനേറ്റിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. ദെൻ മുഗൾ പീരീഡിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. മുഗൾ പീരീഡിൽ നിന്ന് റിപ്പീറ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. അപ്പൊ ഇത്രയും കോൺസെൻട്രേറ്റ് ചെയ്ത് ഇനിഷ്യലി പഠിക്കുക, ദെൻ പെൻഡിങ് ആയിട്ടുള്ള പോർഷൻ. ഇനി മോഡേൺ ആണെങ്കിൽ ഗാന്ധി നോക്കാം, അതുപോലെ തന്നെ ജാലിയൻവാല ബാഗിന്റെ കുറച്ച് ഡീറ്റെയിൽസ്, അത് കണ്ടിന്യൂസ് ആയിട്ട് കുറെ എക്സാംസ് അതിൽ നിന്ന് കണ്ടിട്ടുണ്ട്. റൗലറ്റ് ആക്ട്, അങ്ങനെ ആക്ടുകൾ നോക്കാം മോഡേൺ. അപ്പൊ ഇത്രയാകുമ്പോഴത്തേക്കും ഏൻഷ്യന്റിന്റെ ഫുള്ളായില്ല, ഒരു പോർഷൻ ആണ് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് ആ പെൻഡിങ് നിങ്ങൾ വിട്ടേക്കുന്ന പോർഷൻസ് ഏഷ്യന്റ് നോക്കുക, അല്ലെ ഹിസ്റ്ററി നോക്കുക. അപ്പൊ ആദ്യത്തെ 4 ദിവസം ഹിസ്റ്ററി രാവിലെ കോൺസെപ്റ്റ് പഠിക്കുമ്പോൾ ആദ്യത്തെ 4 ദിവസം ഹിസ്റ്ററിക്ക് വേണ്ടി മാത്രം കളയുക. ദെൻ അടുത്ത ദിവസങ്ങളിൽ അടുത്ത 3 ദിവസം ജോഗ്രഫിക്ക് കൊടുക്കുക, അല്ലെ. ജോഗ്രഫിയിൽ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ടത് ക്രോപ്സ് ഉണ്ട്. ഖാരിഫ്, റാബി ക്രോപ്സ്, ഹിമാലയാസ്, റിവർ, സോയിൽ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എന്ത് നിൽക്കുക, പ്ലേറ്റ്യൂ. സോ അതെല്ലാം ജോഗ്രഫിയിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ആദ്യം നോക്കാം, നമ്മൾ വിട്ട പോർഷൻസ്. ദെൻ പൊളിറ്റിയുടെ കേസ് എടുക്കുകയാണെങ്കിൽ പൊളിറ്റിയിൽ ആർട്ടിക്കിൾ, അല്ലെ, ആർട്ടിക്കിളിൽ നിന്ന് എപ്പോഴും ക്വസ്റ്റ്യൻസ് ഉണ്ട്. ദെൻ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് അല്ല, ഫണ്ടമെന്റൽ റൈറ്റ്സ്. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിൽ നിന്നും അധികം കണ്ടിട്ടില്ല, പക്ഷെ ഫണ്ടമെന്റൽ റൈറ്റ്സിൽ നിന്നും ചോദ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അമെൻമെന്റുകൾ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അമെൻമെന്റ്സ്. പിന്നെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ്, പിന്നെ എന്തൊക്കെയാണ്, ആർട്ടിക്കിൾ ഉണ്ട്. ദെൻ സുപ്രീം കോർട്ട്, അല്ലെ, സുപ്രീം കോർട്ട് ഇമ്പോർട്ടന്റ് ആണ്. പ്രസിഡന്റ് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഉള്ളത് സുപ്രീം കോർട്ട്, റൈറ്റ്, അമെൻമെന്റ്, കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് ഉണ്ട്, ആർട്ടിക്കിൾ ഉണ്ട്. പിന്നെ എന്തൊക്കെയാണ്, ഫ്രെയിമിംഗ്, കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിമിംഗ്. സോ ഇത്രയൊക്കെയാണ് ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ഇത് ആദ്യം കേട്ടോ. ദെൻ എക്കണോമിക്സിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടേംസുകൾ, അല്ലെ, എക്കണോമിക്സിന്റെ ഇമ്പോർട്ടന്റ് ടേംസ് റിലേറ്റഡ് ആയിട്ടുള്ളത്. ദെൻ റീപ്പോ റേറ്റ്, റിവേഴ്സ് റീപ്പോ റേറ്റ്, പിന്നെ നീതി ആയോഗ് എന്നുള്ള ചോദ്യം ഉണ്ടാകും. ആർ ബി ഐയെ കുറിച്ചുള്ള കാര്യങ്ങൾ. അപ്പൊ അതൊക്കെ, പിന്നെ കുറെ പോയിന്റുകൾ, ചില മക്കളിലെ ആ ഒരു പോയിന്റുകൾ, അതൊക്കെ ഈ 1 വേർഡ്സ്, ആ ഒരു എന്താണ് ഈ ഹെഡിങ്സ് ഓരോന്നൊക്കെ ഉള്ളത്. ഇപ്പൊ റീപ്പോ റേറ്റ്, റിവേഴ്സ് റീപ്പോ റേറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെക്കുക എക്കണോമിക്സിൽ. ദെൻ കറണ്ട് അഫയേഴ്സ് നമുക്ക് എവിടുന്ന് പോലും പറയാൻ പറ്റില്ല. മാക്സിമം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, നിങ്ങളൊരു 6 മാസം കറണ്ട് അഫയേഴ്സുകൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കും. ഇത് കണക്ട് ചെയ്ത് ഈ 1 ലൈനർ പഠിക്കാതെ അതിൽ കണക്ട് ചെയ്ത കാര്യങ്ങൾ, അപ്പോയിന്റ്മെന്റ് ആണെങ്കിൽ അതിന് തൊട്ട് മുന്നേ ഉള്ള അപ്പോയിന്റ്മെന്റ്, പ്രയർ ആരായിരുന്നു, അയാളുടെ പീരീഡ് എത്ര ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് നോക്കുക കറണ്ട് അഫയേഴ്സ്. കാരണം വാസ്റ്റ് ആയിട്ട് സ്റ്റേറ്റ്മെന്റ് രീതിയിലും കറണ്ട് അഫയേഴ്സ് ചോദിക്കുന്നത്. ദെൻ കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള സ്ട്രാറ്റജിക്ക് കുറച്ച് ഊന്നൽ കൊടുത്ത് തന്നെ നോക്കി പോവുക. പിന്നെ ഇനി നമ്മൾ ആർട്ട് ആൻഡ് കൾച്ചറിൽ തന്നെ ഡാൻസസ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പൊ ഡാൻസ് ഫോമിംഗ് എന്നൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. സ്റ്റേറ്റ് ആൻഡ് ഡാൻസ് ഫോംസ്, അതുപോലെ ഫോക്ക് ഡാൻസ്, അപ്പൊ അതിനൊക്കെ ചോദ്യങ്ങളുണ്ട്. പിന്നെ ഇമ്പോർട്ടന്റ് നോക്കേണ്ടത് ബഡ്ജറ്റും സെൻസസും. ആരാണ് അവതരിപ്പിച്ചത്, ബഡ്ജറ്റ് ആരാണ് അവതരിപ്പിച്ചത്, ആ കാര്യങ്ങൾ, സെൻസസ്. അപ്പൊ അതൊക്കെ നോക്കി വെക്കാം. ദെൻ പിന്നെ ആ ഒരു 18 ദിവസം കൊണ്ട് GK ഓൾറെഡി ഒരുവിധം നിങ്ങൾക്ക് കവർ ചെയ്യാനായിട്ട് ഉറപ്പായിട്ടും പറ്റും. ദെൻ അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഫുള്ള്, അപ്പൊ ഈ ടൈമിൽ ഇത്രയും ഈ ദിവസങ്ങളിൽ ബാക്കി സബ്ജക്ട് എടുക്കണ്ടെന്നല്ല, ഈ സബ്ജക്ട് നമ്മുടെ ഈ ഒരു ഷെഡ്യൂൾ അനുസരിച്ച് അങ്ങ് പോയാൽ മതി നിങ്ങൾ. അതല്ല, നമ്മുടെ GK കോൺസെപ്റ്റ് സ്റ്റഡി ഉണ്ട്, എല്ലാ ദിവസവും ഉണ്ട്. അപ്പൊ ആ ദിവസങ്ങളിൽ നമ്മൾ ഈ പ്ലാൻ ചെയ്തതുപോലെ നോക്കും. അപ്പൊ ഈ ദിവസങ്ങളിൽ തന്നെ എന്ത് നോക്കുന്നുണ്ട്, ഇംഗ്ലീഷ് വൊക്കാബും ഇംഗ്ലീഷ് ഗ്രാമർ പ്രാക്ടീസും ഒക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ട്. സോ അതെല്ലാം നോക്കാം. ആൻഡ് അടുത്തത് ഇംഗ്ലീഷ് റിവിഷനും ഫുൾ GK, അതായത് 18 ദിവസം കൊണ്ട് നിങ്ങൾ ഓൾമോസ്റ്റ് എല്ലാ GKയും കവർ ചെയ്തിട്ടുണ്ട്. പിന്നെന്താണ്, ആ ഫുള്ള് MCQs അല്ലെങ്കിൽ ക്വിസസ് അറ്റൻഡ് ചെയ്യുക. നോർമലി നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ മാക്സിമം MCQs ചെയ്ത് നോക്കാം. അതിന്റെ കൂടെ തന്നെ ഇംഗ്ലീഷും കൂടെ റിവൈസ് ചെയ്യുക. വൊക്കാബ്, 1 ലൈൻ, സിനോണിം, അതുപോലെ തന്നെ ഇഡിയംസ് ആൻഡ് ഫ്രേസസ്, അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. എറർ ചെക്കിംഗ്, റീഡിംഗ് കോംപ്രിഹെൻഷൻ ഡെയിലി ചെയ്യും, മറക്കരുത്. കാരണം എല്ലാ ക്വസ്റ്റ്യൻസ്, എല്ലാ ടെസ്റ്റിലും, എല്ലാ ഷെഡ്യൂളിലും, ഷിഫ്റ്റിലും എന്താണ് റീഡിംഗ് കോമ്പിനേഷൻ ചോദ്യം. 5 മാർക്ക് നിങ്ങൾക്ക് ഉറപ്പായിട്ട് കിട്ടുന്ന ഒരു പോർഷൻസും
ഡെയിലി അത് ചെയ്ത് നോക്കാം. റീഡിങ് കോംപ്രിഹെൻഷന് വേണ്ടിയിട്ട് ദിവസേന ചെയ്ത് നോക്കാം. ആൻഡ് ലാസ്റ്റത്തെ ഒരു 5 ഡേയ്സ് ഫുൾ GK എന്താണ് ടോപ്പിക് വൈസ് അല്ല, ഫുൾ GK നിങ്ങൾ റിവൈസ് ചെയ്യുക. അതുപോലെ തന്നെ ഇംഗ്ലീഷിന്റെ MTS സെക്ഷണൽ ടെസ്റ്റുകൾ നിങ്ങൾ ചെയ്ത് നോക്കാം. ദെൻ അപ്പോൾ നമുക്ക് മാത്സ് ആൻഡ് റീസണിങ് അത് ഒരെണ്ണം വെച്ച് 2 ദിവസം കൂടുമ്പോൾ ഒരെണ്ണം ചെയ്താലും മതി. കാരണം ഓൾറെഡി നമ്മൾ ചെയ്യുന്ന മോക്ക് ടെസ്റ്റിൽ നിന്ന് മൊത്തം നമുക്ക് മാത്സും ചെയ്യാൻ പറ്റും. അപ്പൊ 12 മാർക്ക് മതി. അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എക്സ്ട്രാ സമയം കളയരുത്. ആ ഒരു ടൈം നിങ്ങൾ ഇംഗ്ലീഷിലും GKക്കും വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ് ഇനി അപ്പൊ 24 ദിവസം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നോക്കുമ്പോൾ ഒരു 10-28 ദിവസം എന്തായാലും ഉണ്ട് ഫെബ്രുവരി 4-ന് അല്ലെ. അപ്പൊ ആ ബാക്കിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ എന്തുമാത്രം ചെയ്യുക, മോക്ക് ടെസ്റ്റുകളും അതിന്റെ അനന്തരം പോവുക. എത്ര ചെറിയ മോക്ക് ടെസ്റ്റ് ആണെങ്കിലും എത്ര വലിയ എന്താണ് ഒന്നും ഉത്തരം കിട്ടാത്തതാണെങ്കിലും നിങ്ങൾ ഉറപ്പായിട്ടും അതിന്റെ അനാലിസിസ് പോവാതിരിക്കരുത്. അപ്പോൾ ഡേ 25 കഴിഞ്ഞ് പിന്നീട് അങ്ങോട്ടേക്ക് മോക്ക് ടെസ്റ്റുകൾ പ്ലസ് ഇടയ്ക്ക് GK ഇങ്ങനെ റിവൈസ് ചെയ്ത് GKയുടെ ക്വിസ് കാര്യങ്ങളൊക്കെ ചെയ്ത് തന്നെ ഇരിക്കുക. അപ്പൊ ഈ ഒരു സ്ട്രാറ്റജിയിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരുവിധം നമ്മൾ ഓവറോൾ എല്ലാം കവർ ചെയ്യും. അപ്പോൾ അതിനുശേഷം മോക്ക് ടെസ്റ്റ് ചെയ്താൽ നിങ്ങളുടെ ആ ഒരു സ്പീഡ്, നിങ്ങളുടെ ആ ഒരു കോൺഫിഡൻസ് ലെവലൊക്കെ ഉറപ്പായിട്ടും കൂടും. സോ ഈ ഒരു എന്താണ്, പക്ഷേ ഈ ചെയ്യുന്നത് എന്തായിരിക്കണം, അതിൽ സ്റ്റിക്ക് ഓൺ ആയിട്ടിരിക്കണം, അതിൽ കൺസിസ്റ്റന്റ് ആയിരിക്കണം. അപ്പൊ ആ രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്തു പോകണം. അപ്പൊ ഈ ഇത്രയൊക്കെ രീതിയിൽ വെക്കുമ്പോഴത്തേക്കും ഇത് വർക്ക് ചെയ്യാത്തവർക്കും അല്ലാതിരിക്കുന്നവർക്കും ഈ ഒരു പാറ്റേൺ തന്നെ പോകാം. അവർക്ക് കുറച്ചും കൂടെ റിസൾട്ട് കിട്ടും. കാരണം കുറച്ചും കൂടെ സമയം അവർക്ക് കൂടുതൽ കിട്ടും. അപ്പൊ ഇനി ഈ ഒരു മെത്തേഡിൽ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ക്ലിയർ ആവാൻ പറ്റുമോ എന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ടും നമ്മളതിൽ ഈ ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് പോവുകയാണെങ്കിൽ ആയിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും. ഇനി ഈ ട്രാവൽ ചെയ്യുന്നവരൊക്കെ ഉണ്ടാവും. അവരുടെ ആ ട്രാവലിംഗ് ടൈം നിങ്ങൾ കറണ്ട് അഫയേഴ്സും അതുപോലെ തന്നെ വൊക്കാബും ഒക്കെ റിവൈസ് ചെയ്യാനായിട്ട് ഒന്ന് ട്രൈ ചെയ്യുക. ആ ഒരു ടൈം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. പ്ലസ് ഒരു ചെക്ക് ലിസ്റ്റും കൂടെ പ്രിപ്പയർ ചെയ്യുക. നമ്മൾ കറക്റ്റായിട്ട് അത് ഫോളോ ചെയ്യുന്നുണ്ടോ, നമ്മൾ തന്നെ ഒന്ന് ട്രാക്ക് ചെയ്യുക. അപ്പോൾ ആയിട്ടിരിക്കുക. ഒരുപാട് സമയം ഇരുന്ന് പഠിക്കുന്നതിലും നല്ലത് കൺസിസ്റ്റന്റ് ആയിട്ട് കുറച്ച് സമയം പഠിച്ചു പോകുന്നതാണ്. അപ്പൊ ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾക്ക് തീർച്ചയായിട്ടും ബെനിഫിറ്റ് ആകുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പൊ എന്തായാലും നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഇനി മോക്ക് ടെസ്റ്റും അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റിന്റെ അനാലിസിസ്, അതിന്റെ ഒരു ക്രാഷ് അല്ലെ ആ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ഒക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് നമ്മളൊരു ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 5 days ക്രാഷ് കോഴ്സ് പ്ലസ് നമ്മുടെ 20 ഫുൾ ലെന്ത് മോക്ക് ടെസ്റ്റുകളും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ക്രാഷ് കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ലൈവ് ഇന്ററാക്റ്റീവ് PPQ സെഷൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ 20 ഫുൾ ലെന്ത് ടെസ്റ്റുകളും ഉണ്ടായിരിക്കും. നമ്മുടെ കോഴ്സിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് കോൺടാക്ട് ചെയ്യുക. അപ്പൊ ഇനി ഇതുപോലുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു, ബൈ ബൈ, സീ യു.